ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ഫെബ്രുവരി 25, വാഴ്ത്തപ്പെട്ട റാണി മരിയയുടെ തിരുനാൾ. എറണാകുളം ജില്ലയിലെ പുല്ലുവഴിയിൽ പൈലി പട്ടാലിയിൽ എലീശ ദമ്പതികളുടെ 7 മക്കളിൽ രണ്ടാമത്തെ മകളായി മേരിക്കുഞ്ഞ് 1954 ജനുവരി 29 ജനിച്ചു. ഉത്തമ കത്തോലിക്ക വിശ്വാസികളായ മാതാപിതാക്കൾ ദൈവഭക്തിയിൽ തന്നെ മേരിക്കുഞ്ഞിനെയും വളർത്തി. കുടുംബ പ്രാർത്ഥനയിലും ദിവ്യബലിയിലും പങ്കെടുത്തിരുന്ന അവൾ മരിയൻ സൊഡാലിറ്റിയിലും സജീവ പ്രവർത്തകയായിരുന്നു. 18ാമത്തെ വയസ്സിൽ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റു സഭയിൽ ചേർന്ന് 1974 മെയ് 1 റാണി മരിയ എന്ന നാമം സ്വീകരിച്ച് പ്രഥമ വ്രതവാഗ്ദാനം നടത്തി. ഉത്തര ഇന്ത്യയിലെ മിഷണറിമാരുടെ സാഹിത നിറഞ്ഞ പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ റാണി മരിയയുടെ മനസ്സിലും ആവേശം നിറഞ്ഞു. അങ്ങനെ ഉത്തർപ്രദേശിലെ ബിജ്നോർ മേഖലയിലെത്തി പ്രേക്ഷിത പ്രവർത്തനം ആരംഭിച്ചു. ദരിദ്രരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഉന്നമനത്തിനായി റാണി മരിയ 8 വർഷം അഹോരാത്രം പ്രവർത്തിച്ചു. തുടർന്ന് 9 വർഷം മധ്യപ്രദേശിലെ സാൻഡ രൂപതയിൽ പ്രവർത്തിച്ചു. ആദിവാസികളുടെ ശാക്തീകരണത്തിലും യുവതലമുറയുടെ വിദ്യാഭ്യാസത്തിലും ദരിദ്രരെ ഭൂവുടമകളുടെ ക്രൂരമായ ചൂഷണത്തിൽ നിന്നും രക്ഷിച്ച റാണി മരിയയെ ഇൻഡോർ റാണി എന്ന് ജനങ്ങൾ വിളിച്ചു. ഭൂവുടമകളുടെ എതിർപ്പും ഭീഷണിയും വകവയ്ക്കാതെ പുനരുദ്ധാരണ ദൗത്യം തുടരുന്നതിനിടയിൽ 1995 ഫെബ്രുവരി 25 ഇൻഡോറിലേക്ക് ബസിൽ യാത്ര പോകവേ സഹയാത്രികരുടെ മുൻപിൽ വെച്ച് സാമുന്ദർ സിംഗ് സിസ്റ്റർ റാണി മരിയയെ മൃഗീയമായി കുത്തിക്കൊലപ്പെടുത്തി. നന്മ നിറഞ്ഞ ഒരു ഹൃദയം കാത്തുസൂക്ഷിച്ച റാണി മരിയ ദിവ്യനാഥന്റെ സന്നിധിയിലേക്ക് യാത്രയായി. കർദിനാൾ ആഞ്ചല്ലോ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. ഈശോയ്ക്കു വേണ്ടി അനീതിക്കെതിരെ പൊരുതി രക്തം ചിന്തി മരിച്ച റാണി മരിയെ ഞങ്ങളെയും മരിക്കുവോളം ക്രിസ്തു സാക്ഷികളാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും
ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവെ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.